ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഏറ്റവും പുതിയ റെനോ കൈഗറാണ്. അപ്പോൾ ഏറ്റവും പുതിയ റെനോ കൈഗർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 വന്ന കൈഗറാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഈ 2025 വന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ്സും അവരുടെ വാഹനങ്ങൾക്ക് വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പല കസ്റ്റമറും ചിന്തിച്ചു കാണും, അയ്യോ വില കൂടിയല്ലോ എന്ന്. അപ്പോൾ ആ ഒരു വില മാറിയതുപോലെ തന്നെ ഫീച്ചേഴ്സിനകത്തും പല ബ്രാൻഡുകളും മാറ്റങ്ങൾ വരുത്തി. അതേപോലെ തന്നെയാണ് റെനോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു റെനോയുടെ ഈ ഒരു കൈഗർ ഇത് സെക്കൻഡ് വേരിയൻ്റ് ആണ്. 832 മാനുവലിൻ്റെ പ്രൈസ്, 890 ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരും. എനിക്കൊന്ന് 60-70 റേഞ്ചിലുള്ള ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കിക്കൊണ്ട് പോകാം, അത്യാവശ്യം നല്ല സിബിൽ സ്കോർ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രൈസിനകത്തൊരു എനിക്കൊന്ന് 10-25 ഒരു വ്യത്യാസമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഫീച്ചേഴ്സിനകത്ത് മാറ്റങ്ങൾ വന്നു. അതെന്തൊക്കെയാണെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെന്നുള്ളത് കൊല്ലത്തുള്ള റെനോയുടെ ഷോറൂമിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. കല്ലുന്താഴ് ഭാഗത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഇവിടെ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറയാനുള്ളതാണ്. അത് എന്താ പറയുക, ഡെമോ വാഹനങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 1.5 to 2 ലക്ഷം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ അർഷാദിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നിലവിൽ ബ്ലാക്ക് കളർ നമുക്കുണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്ക് എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബ്ലാക്ക് കളറൊക്കെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ എടുത്തത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഈ ഒരു ബ്ലൂ കളർ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് കിടന്ന ബ്ലാക്കും ഇതിലൂടെ കിടന്ന സമയത്ത് എനിക്ക് ഈ ബ്ലൂ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഒരു കളർ ഓപ്ഷൻ നമ്മൾ എടുത്തത്. അപ്പോൾ ഗ്രില്ലിലൊക്കെ ക്രോം എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ഒന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നേരത്തെയും നമുക്ക് ആ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ടേൺ ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ആ ഒരു DRL ഓപ്ഷനും ഇവിടെയായിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. ആ ഒരു വൈറ്റ് ലൈറ്റിംഗ്, നല്ല സ്ലിം ആയിട്ടുള്ളൊരു ലൈറ്റിംഗ് ആണ് അത് നൽകിയിട്ടുള്ളത്. റെനോയുടെ ലോഗോ മനോഹരമായിട്ടും വലുതായിട്ടും അവർ നൽകിയിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിൽ പ്രൊട്ടക്റ്റീവ് ഹെഡ്ലാമ്പ് യൂണിറ്റ് അല്ലെങ്കിൽ LED ലൈറ്റ്സോ കാര്യങ്ങളൊന്നും ആരും ആഗ്രഹിക്കരുത്. നോർമലി വന്നിട്ട് ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുമാണ് അത് കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ക്ലാഡിങ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു താഴ്ഭാഗത്തായിട്ടും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഹെഡ്ലാമ്പിന് ചുറ്റുമായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്യാവശ്യം എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പ്ലെയിൻ ആയിട്ടല്ല, നല്ല രീതിയിലുള്ള ലൈൻസും കട്ടിങ്സും ഒക്കെ നമുക്ക് ആ ഒരു ബമ്പറിൽ കാണാം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ബോൾഡ് ലുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഹുഡിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള അവർ നൽകിയിട്ടുള്ളത് നല്ല ലൈൻസ് ആണ്. ഈ ഒരു സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈൻസും ഇവിടത്തേക്കുള്ള ലൈൻസും ഒക്കെ നല്ല ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ കാണാം. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വൈപ്പറിൻ്റെ വാഷർ നോസിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 205 mm ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. 205 mm എന്നുള്ളത് അത്ര മോശപ്പെട്ടതല്ല. ഏകദേശം ഒരു 10-40 ലിറ്റർ അടുപ്പിച്ച് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ഈ ഒരു ഡ്രൈവർ സൈഡിൽ തന്നെയാണ് ആ ഒരു ഫ്യൂൽ എൻജിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ചില വാഹനങ്ങളിൽ ആ ഒരു കോ പാസഞ്ചർ സൈഡിലായിട്ട് നൽകാറുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു ക്ലാഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും പോയിട്ടുള്ളതായിട്ട് കാണാം. ഈ ഒരു പോർഷനിലേക്കാണ് സ്റ്റിക്കർ വർക്കുകളാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു പോർഷനിലായിട്ട് വരുന്നത്. പിന്നെ നോക്കിയാൽ ടയർ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 16 ഇഞ്ചാണ് ടയർ സൈസ് നൽകിയിട്ടുള്ളത്. വീൽ കപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ലോഡ് വന്ന വണ്ടിയാണ്. PDA പോലും വാഹനത്തിൽ ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ വീഡിയോ എടുത്തതാണ്. ചെറിയ പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ഷമിച്ചേക്കുക. വീൽ കപ്പ് വരുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് വാഹനത്തിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോർഷനിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെയായിട്ട് ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് വരുന്നുണ്ട്. മിററിലേക്ക് വരുന്ന സമയത്ത് അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ഗ്ലോസി എലമെൻറ്റ്, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു സൈഡ് മിറർ അവർ നൽകിയിട്ടുള്ളത്. റൂഫ് റെയിൽ അവൈലബിൾ ആണ്. സിൽവർ ഫിനിഷിലുള്ള ഒരു റൂഫ് റെയിൽ കൂടി നൽകിയിട്ടുണ്ട്. ഇത് ഫംഗ്ഷനിങ് അല്ല, നമുക്ക് ലോഡോ കാര്യങ്ങളോ ഒന്നും ഇതിനുള്ളിൽ ക്യാരി ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റുള്ള എന്താ പറയുക, ബ്രിഡ്ജ് പോലെ വരുന്ന ആ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇത് ലോഡും കാര്യങ്ങളൊന്നും വെക്കാൻ സാധിക്കുകയില്ല. വേറെ ക്രോം എലമെൻറ്റ്സോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് ഡോർ ഹാൻഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ക്യാരക്ടർ ലൈറ്റ്സോ കാര്യങ്ങളൊന്നും സൈഡ് പോർഷനിലേക്ക് വരുന്നത്. അത്യാവശ്യം പ്ലെയിൻ ആയിട്ടൊക്കെ തന്നെയാണ് സൈഡ് പോർഷനൊക്കെ ഡിസൈൻ ചെയ്തത്. ഈ ഒരു റിയർ സൈഡിൽ ആ ഒരു ഗ്ലാസ് ഏരിയ റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് അല്പം ചെറുതാകുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഷാർഫിൻ ആൻറ്റിനാണ് ഈ ഒരു വേരിയൻറ്റിൽ നൽകിയത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഈ മാറ്റങ്ങളെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് ചിന്തിക്കും. ഈ ഒരു റിവേഴ്സ് ക്യാമറ നിലവിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വന്നതാണ്. നേരത്തെയുള്ള സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് നല്ലതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ടെയിൽ ലാമ്പിൻ്റെത് LED ടൈപ്പ് ആ ഒരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഒരു സി ഷേപ്പ് എന്ന് പറയാം. സി ഷേപ്പ് എന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നമുക്ക് കാണുന്ന സമയത്ത് അതൊരു സി ഷേപ്പ് പോലെയാണ് നമുക്ക് തോന്നാറുള്ളത്. താഴത്തെ ബമ്പർ യൂണിറ്റ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കാണാൻ സാധിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോസി എലമെൻറ്റിൽ വരുന്ന ക്ലാഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അക്സസറീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാന്നുണ്ട്. അവിടെ കിടക്കുന്ന ഒരു റെഡ് വാഹനം കണ്ടോ, ആ ഒരു റെഡ് വാഹനത്തിൽ നമുക്ക് ആ ഒരു ഗ്ലോസി എലമെൻ്റ് ഒക്കെ താഴ്ഭാഗത്തെ ബമ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നതെന്ന് പറഞ്ഞു. റെനോയുടെ ലോഗോയും കൈർ എന്നൊരു ബ്രാൻഡിങ്ങും നമുക്ക് നൽകിയിട്ടുള്ളത് കാണാം. സെൻസറൊക്കെ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഡിഫോക്കൽ ലൈനോ റിയർ വൈപ്പറോ ഒന്നും വരുന്നില്ല. ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണ്. പാർട്സ് ട്രേ നമുക്ക് വരുന്നുണ്ട്.
അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിൽ നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വീൽ കപ്പ് നമുക്ക് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു രീതിയിലാണ് വീൽ കപ്പ് അവർ നൽകിയിട്ടുള്ളത്. വീൽ കപ്പ് ഇട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കൊള്ളാണ്, നല്ല രസമുണ്ട് ആ ഒരു സിൽവർ ഫിനിഷിൽ വരുന്ന ആ ഒരു വീൽ കപ്പ്. ഇത് കൊണ്ടുപോയി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു സ്റ്റൈൽ വീല് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും നമുക്ക് നൽകിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഹുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഹുക്കിനകത്ത് ക്യാരി ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പറയാം, ജസ്റ്റ് നമുക്ക് ഇനി അകത്തേക്ക് വരാം. 4 ഡോർ പവർ വിൻഡോയും അത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ ഓപ്ഷനും വരുന്നുണ്ട്. ഫോൾഡിംഗ് ഓപ്ഷൻ വരുന്നില്ല കേട്ടോ. ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു ഡോർ പാഡൊക്കെ നല്ല രസമുണ്ട് കാണാൻ, ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ആ ഒരു പ്രീമിയം ഫീൽ തോന്നിയത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഡിസൈൻ പാറ്റേണും അതേപോലെ ഈ ഒരു ഗ്ലോസി എലമെൻറ്റും ഒക്കെ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടില്ല. നല്ല സ്റ്റോറേജ് സ്പേസ് അവർ നൽകിയിട്ടുണ്ട്, അതും എടുത്ത് പറയേണ്ട കാര്യമാണ്. സ്പീക്കർ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വരുന്നില്ല, അതൊരു പോരായ്മയായിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്കി കാര്യങ്ങൾ അകത്തേക്ക് കയറിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് പറയാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആയിട്ട് വരുന്നത് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. നേരത്തെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ അല്ല നമുക്ക് നൽകിയിരുന്നത്. അതിപ്പോൾ നമുക്ക് ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ, അതായത് ഈ ഒരു 2025 വന്നപ്പം ഉള്ളൊരു മാറ്റമായിട്ട് നമുക്ക് എടുത്തു പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനും അത് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കവർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അത് വയർലെസ് അല്ല, വയർഡ് ആയിട്ടാണ് നമുക്കത് കണക്ട് ചെയ്യാണ്ട് സാധിക്കുന്നത്. പിന്നെയുള്ള ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു സ്റ്റിയറിംഗിൽ വന്ന ഈ ഒരു കൺട്രോൾസ്. ഇത് നമുക്ക് ഈ ഒരു നിലവിൽ ഈ ഒരു പുതിയ അപ്ഡേഷനിൽ വന്ന ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും. പിന്നെ ഒരു മാറ്റം ഓൾറെഡി നമ്മൾ പുറമേ നിന്ന് പറഞ്ഞതാണ്, അതായത് റിവേഴ്സ് ക്യാമറ നിലവിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പുതുതായിട്ട് വന്ന മാറ്റമായിട്ട് എടുത്തു പറയാം. അതും അടുത്തൊരു അപ്ഡേഷനിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വോളിയം ബട്ടൺസും ഹോം ബട്ടൺസും അതൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പുള്ളി ഒരു എന്താ പറയുക, ഒരുപാട് എന്താ പറയുക ബൾക്കി ആയിട്ടുള്ളതോ അല്ലെ ഒരുപാട് വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അല്ല ഈ ഒരു വാഹനത്തിൽ കാണുന്നത്. പുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കാണാം. അത് ഈ ഒരു പോർഷനിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെന്റിലുള്ള ഒരു ലൈനിങ് നമുക്ക് പോകുന്നതായിട്ട് കാണാം. ആ ഒരു ഡാഷ്ബോർഡിന്റെ കളർ തീമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫുള്ളി ഒരു ഡാർക്ക് ആയിട്ടുള്ള തീം തന്നെയാണ് റെനോ ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ട്. ഒരു ലൈറ്റ് കളറോ അല്ലെങ്കിൽ ഗ്ലോസി എലമെന്റ് ഈ ലൈനിങ് മാത്രമേ വരുന്നുള്ളൂ. ബീജ് കളർ തീമുകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്റ്റിയറിംഗിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. കൺട്രോൾസ് പുതുതായിട്ട് വന്നതാണ്. ഇവിടെയൊക്കെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെന്റ് വരുന്നത് ലെതർ റാപ്പട്ടൊന്നും അല്ല സ്റ്റിയറിംഗിൽ. ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി റെനോ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. റെനോട്ട് എന്നൊരു ബ്രാൻഡിങ് ആ ഒരു ക്ലസ്റ്ററിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് അതിനുള്ളിൽ അറിയാനായിട്ട് സാധിക്കും. ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് അതിനുള്ളിൽ അറിയാനായിട്ട് സാധിക്കുകയൊന്നും തന്നെ ഇല്ല. അപ്പം വലിപ്പോ സ്റ്റിയറിംഗ് വീലിന് ഒരുപാട് വലിപ്പമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം ഒതുക്കിയുള്ള സ്റ്റിയറിംഗ് വീലുമാണ്. ഒരുപാട് അങ്ങ് വണ്ണവും വരുന്നില്ല. അത്യാവശ്യം സ്ലിം ആണ്. അതുകൊണ്ട് തന്നെ വളരെ പിടിക്കാനായിട്ട് വളരെ കംഫർട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് സ്റ്റിയറിംഗ് വീൽ. അത്യാവശ്യം സ്മൂത്തുമാണ് സ്റ്റിയറിംഗ് വീല്. റെനോയുടെ ലോഗോയും കാണാം. ബാക്കി കുറച്ച് എന്താ പറയുക, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം, ലോക്ക് അൺലോക്ക്, അതുപോലെ ഹസാർഡിൻ്റെത് തുടങ്ങിയ കൺട്രോൾസൊക്കെ അവിടെയായിട്ട് വരുന്നുണ്ട്. AC ഒക്കെ നമ്മൾ മാനുവലി വേണം ഈ ഒരു വാഹനത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട്. കണ്ടോ അതിൻ്റെ ബട്ടൺസൊക്കെ അതിൻ്റെ കൺട്രോൾസൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് അത് വരുന്നത്. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ വെക്കാം. ചാർജിങ് സോക്കറ്റ് നമുക്ക് ഒരെണ്ണം ഈ ഒരു പോർഷനിലായിട്ട് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്റ്റോറേജ് സ്പേസ് താഴ്ഭാഗത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. 5 സ്പീഡാണ് ഈ ഒരു വാഹനത്തിന്റെ ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളത്. അത് ഫ്രണ്ട് പോർഷനിലേക്കാണ് നമ്മൾ റിവേഴ്സ് ഇടേണ്ടത്. അതായത് ഈ ഒരു പോർഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ റിവേഴ്സ് ഇടാനായിട്ട്. കണ്ടോ ആ ഒരു സമയത്ത് റിവേഴ്സ് വീഴുന്നുണ്ട്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഗിയറിലേക്കായിരിക്കും വീഴുന്നത്. കാരണം ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം കാണില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് ചുറ്റുമായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ലൈനിങ് കൂടി വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഈ ഒരു സെൻട്രൽ ടണലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുണ്ട്. ആംറസ്റ്റ് ഉണ്ട്. അതിനുള്ളിൽ നല്ല മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ ക്യാരി ചെയ്യാം. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ആംറസ്റ്റിൽ കമ്പനി നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തോട്ടായി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡാർക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ആ ഒരു ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മിററോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ലൈറ്റ് ഒരെണ്ണം അവർ ഈ ഒരു പോർഷനിലായിട്ട് നൽകി. LED ലൈറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു മിറർ നമുക്ക് മാനുവലി ചെയ്യാം. അതിൻ്റെ ഒരു ഓപ്ഷൻ തന്നെ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇവിടെയും നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ടിക്കറ്റ് ഹോൾഡർ മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഓവറോൾ നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നും പറയാം. എന്നാൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ആ ഒരു ഇന്ത്യൻ ഡിസൈനിൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി റിയർ സീറ്റ്. എനിക്കിനത് ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ അവർ റിയർ AC വെന്റ് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത സമയത്ത് പറഞ്ഞാണ് ആംബ്രസ്റ്റ് വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ,
തുടങ്ങിയ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ്, സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനം വാങ്ങുന്ന ഒരു കസ്റ്റമർ എക്സ്ട്രാ പോയി ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അലോയ് വേണമെങ്കിൽ ഒരെണ്ണം ഇടുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എക്സ്ട്രാ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. റിയർ ആംറസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. ഫ്രണ്ടിൽ പക്ഷേ 2 എണ്ണവും അഡ്ജസ്റ്റബിൾ ആണ് ഹെഡ് റെസ്റ്റ് അവർ നൽകിയത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്പേസ് നല്ല രീതിയിലുണ്ട്, നല്ല സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ കംഫർട്ടാണ് ഈ ഒരു സീറ്റ് ഇട്ടത്. ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിലുള്ള ഒരു സ്പേസ് ആണ് വരുന്നത്. ഇപ്പോൾ ചില ആളുകൾ നല്ല രീതിയിൽ സീറ്റ് പിറകിലേക്ക് ഇട്ടായിരിക്കും വാഹനം ഓടിക്കുന്നത്. എന്നിരുന്നാലും കുഴപ്പമില്ല, കുറച്ചുകൂടി പുറകിലേക്ക് ഇട്ടാലും നല്ല സ്പേസ് ഉണ്ട്, തൈ സപ്പോർട്ടും ഉണ്ട്, ഹൈറ്റും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് എഞ്ചിനിലേക്ക് പോകണം. അപ്പോൾ എഞ്ചിനിലേക്ക് ഒരു സമയത്ത് നമുക്കിതൊരു പെട്രോൾ ഓപ്ഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 19-20 ആ ഒരു റേഞ്ചിലാണ് ഈ വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ്. മോശമല്ലാത്തൊരു മൈലേജ് വാഹനത്തിന് വരുന്നുണ്ട്. എഞ്ചിൻ റൂം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 1 ലിറ്ററാണ് നമുക്ക് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് CVT ഓപ്ഷനും AMG ഓപ്ഷനും അതുപോലെ ടെർബോ ഓപ്ഷനും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നോർമലി വരുന്ന എനർജി എഞ്ചിന് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് നമുക്കിപ്പോൾ എനർജി എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ, ഏകദേശം ഒരു 72 PS 96 Nm ടോർക്കും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം വേണ്ടുന്ന പവർ മാത്രമാണ് വാഹനം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പെർഫോമൻസ് വേണമെന്നുള്ളവർക്ക് ടെർബോ പോകാം, CVT പോകാം, ആ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്നത് എന്തുവാണ്, ഒരു സാധാരണക്കാരന് ഒരു ഹാഷ് ബാക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ വിലയിൽ ഒരു SUV വാഹനം നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ സർവീസും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. 1-2 കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ കിടക്കുന്ന ബ്ലാക്ക് കണ്ടോ, ഈ ബ്ലാക്ക് വണ്ടി നമ്മുടെ ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് തന്നെയാണ് ബ്ലാക്ക് കിടക്കുന്നത്. ഞാൻ ബ്ലാക്ക് എടുത്തില്ലെന്നുള്ള വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ബ്ലൂ കിടപ്പുണ്ട്. പിന്നെ ആ കിടക്കുന്ന ട്രൈബറും നമുക്ക് എന്താ പറയുക സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതിനകത്തും കുറച്ച് അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അവൈലബിൾ ആണ്. 24 മോഡൽ വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഓഫറൊക്കെ ഞാൻ നൽകി ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടതാണ്. ജസ്റ്റ് ഇത് കണ്ട് നോക്കിയാൽ മതി. കൂടുതൽ അർഷാദിനെ വിളിക്കുക. കൊല്ലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.